ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ചിൻ്റെ ഈ ഒരു ഫോർമേഷൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ ചെയ്യാൻ പറ്റുക, സോ ദാറ്റ് യു ക്യാൻ ഡ്രിൽ ഡൗൺ ടു ഏർലി ടൈം ഫ്രെയിം, അതുപോലെ തന്നെ മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റുന്നുണ്ടാവും. നമ്മൾ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു ഒരു ഹാമർ പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു സോണിൽ മാത്രമാണ് ഈ ഒരു ഫോർമേഷൻസ് എക്സാക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫോർമേഷൻസ് നമ്മൾ പഠിക്കുന്നത്? അത് ക്യാൻഡിൽ സ്റ്റിക്ക് അഡീഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ, ഞാൻ ഇവിടുത്തെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനെല്ലാം കുറച്ച് മുന്നോട്ട് പോയി ഈ ഒരു ഫോർമേഷൻ, ഇതെല്ലാം ഓരോ മെസ്സേജസ് ആണല്ലേ. ദിസ് ഈസ് ആൻ ബുള്ളിഷ് ക്യാൻഡിൽ, ദിസ് ഈസ് എ ബെയറിഷ് ക്യാൻഡിൽ, യു നോ ദാറ്റ് ബെറ്റർ ദാൻ മീ. പക്ഷേ ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊരു അപ്സൈഡ് റാലി നടക്കുന്ന സമയത്ത്, സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു റാലി നടക്കുന്നുണ്ടല്ലേ, ഇവിടെ നിന്നൊരു ട്രെൻഡ് നടക്കുന്നുണ്ട്. ദിസ് ഇസ് എൻ അപ് ട്രെൻഡ്, ക്ലിയർ അപ് ട്രെൻഡ് ആണ്. ഈ ഒരു അപ് ട്രെൻഡിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോർമേഷൻ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഫോർമേഷൻ വന്നിട്ടുണ്ട്. എന്ത് ഫോർമേഷനാണ് വന്നിട്ടുള്ളത്? നമ്മളുടെ വിരലെടുത്തിട്ട് ഈ 3 ഫിംഗേഴ്സ് ഇങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, റൈറ്റ്, അപ്പോൾ ഈ 3 ഫിംഗേഴ്സിനെ കീപ്പ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് എ മിഡിൽ ഫിംഗർ, അതുപോലെ തന്നെ വി ഹാവ് 2 more ഫിംഗേഴ്സ് അപ്സൈഡ് ആൻഡ് ഡൗൺ അല്ലേ. അപ്പോൾ ഒരു ഫോർമേഷൻ ഇവിടെ വരുന്നതായിട്ട് കാണാം. വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 3 ക്യാൻഡിലിൻ്റെ ഫോർമേഷൻസ് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ 3 ക്യാൻഡിൽ ഫോർമേഷൻസ് എങ്ങനെയാണ് വരുന്നത്? മാർക്കറ്റിൽ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ നിന്നും ഒരു ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ദിസ് ഈസ് എ 3 ക്യാൻഡിൽ ഫോർമേഷൻ, ദിസ് ഈസ് അനദർ 3 ക്യാൻഡിൽ ഫോർമേഷൻ. ഇതൊരു 3 ക്യാൻഡിൽ ഫോർമേഷൻ ആണോ? നമ്മളുടെ മിഡിൽ ഫിംഗർ, യെസ്, ബട്ട് ദിസ് ക്യാൻഡിൽ ഇസ് ഈക്വലൻ്റ് ആണല്ലേ. ദിസ് ക്യാൻ സേ ദാറ്റ്, പക്ഷെ അതൊരു ഫെയിലിയർ ആണ് അല്ലെങ്കിൽ സക്സസ് അല്ല ഈ ക്യാൻഡിൽ. പക്ഷെ ഈ ക്യാൻഡിലോ ഇവിടെ നിന്നും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 3 ക്യാൻഡിൽ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ 3 ക്യാൻഡിൽ, അതായത് ഇതും ഈ ക്യാൻഡിലും ഈ ക്യാൻഡിലും, ഈ 3 ക്യാൻഡിലിന് ഒരു 3 ക്യാൻഡിൽ മെസ്സേജ് ഉണ്ട്, ഈ 3 ക്യാൻഡിലിന് ഒരു 3 ക്യാൻഡിൽ മെസ്സേജ് ഉണ്ട്, റൈറ്റ്. ഇതെല്ലാം ഒരു അപ്പർ ട്രെൻഡിൽ വരുന്ന 3 ക്യാൻഡിൽ മെസ്സേജസ് ആണ്. ഇഫ് യു സീ ദാറ്റ് ഇൻ എ ലോവർ ട്രെൻഡ്, ഇതൊരു 3 ക്യാൻഡിൽ മെസ്സേജ് ആണ്, ഇതൊരു 3 ക്യാൻഡിൽ ഫോർമേഷൻ ആണ്, ഇതൊരു 3 ക്യാൻഡിൽ ഫോർമേഷൻ ആണ്. അപ്പം മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജസ് കൊടുത്തിട്ട് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഫോർമേഷൻ കാണുന്നുണ്ടല്ലേ, ഇങ്ങനെ ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ കാണുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ ഹൊറിസോണ്ടൽ ലൈൻ. സേ ഈ ഒരു ക്യാൻഡിലിൽ നിങ്ങളൊരു ഹൊറിസോണ്ടൽ ലൈൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ലുക്ക് അറ്റ് ദിസ്, വീണ്ടും മാർക്കറ്റ് അതേ ഒരു സ്ഥലത്തിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും മാർക്കറ്റ് ആ ഒരു സ്ഥലത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. ഇഫ് യു ഗോ ബാക്ക് ആൻഡ് സീ എനി ഇൻഡൈസസ്, നിങ്ങൾ പഴയ ഏത് ഇൻഡൈസസിനെ വേണമെങ്കിലും എടുത്തിട്ട് 2018 ജനുവരി 31 വന്നിട്ടുള്ള ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ, റൈറ്റ്, ഇതൊരു 3 ക്യാൻഡിൽ ഫോർമേഷൻ ആണ്. അതിൻ്റെ ഹയർ ഹൈയിൽ നിങ്ങളൊരു ഹൊറിസോണ്ടൽ ലൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഐ എം ജസ്റ്റ് ഗോയിങ് ആൻഡ് ക്രിയേറ്റിംഗ് ദാറ്റ്, ഇത് എത്ര തവണ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലുക്ക് അറ്റ് ദിസ്, വൺ സോൺ. ഇവിടെ എന്താ സംഭവിച്ചത്? സെല്ലേഴ്സ് അവിടെ ഫെയിലായി, അല്ലെങ്കിൽ ലോങ് സൈഡിലെ സെല്ല് സംഭവിച്ചു അല്ലേ. ഒരു തവണ കൂടെ വീണ്ടും ഒരു തവണ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ് ക്യാൻഡിൽ, ഇവിടെ ക്ലിയർ കട്ടായിട്ട് സെല്ലേഴ്സ് ഫെയിൽ ആവുന്നുണ്ട്, ഷോർട്ട് സൈഡിലേക്കാണ് പോകുന്നത് എന്നുള്ള മെസ്സേജ് കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ ഒരു തവണ, അതായത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മെയ് 19 വീണ്ടും അവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞ് ഓഗസ്റ്റ് 19 ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ഇവിടെ ഓഗസ്റ്റ് 27 ആക്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ഒക്ടോബർ 19 ആക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ എല്ലാം സെല്ല് സംഭവിച്ച സമയത്ത് അവിടെയും ബൈ ആക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ്. ലുക്ക് അറ്റ് ദിസ്, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ 2020 വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും അവിടെ മാർക്കറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫെയിൽ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഇവിടെ 2020 സെപ്റ്റംബറിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ സോണുകളും മൾട്ടിപ്പിൾ ടൈംസ് റീടെസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്, കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ റീടെസ്റ്റ് ചെയ്യുന്ന ഈ സോൺസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ബോഡിയിലാണോ അല്ലെങ്കിൽ ഒരു വിക്കിലാണോ നിങ്ങളൊരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, for the initial stage you go with the body, so that say for example ഇത് സ്റ്റോക്സിൻ്റെ അതിൽ കയറിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ, നിഫ്റ്റിയുടെ ചാർട്ടല്ല സ്റ്റോക്സിൻ്റെ ചാർട്ടിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദിസ് ഇസ് ദ ഹയർ ഹൈ, റൈറ്റ്. ഇവിടെ എല്ലാം ഞാനൊരു
പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ്. ഈ ഒരു സോൺ എത്ര തവണ റിജക്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അതായത് റിലയൻസിൽ 2021 ഒക്ടോബർ 19 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സോൺ വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. 2022 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, 2023 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഈ 1, 2, 3, 4, 5, 6 തവണ കഴിഞ്ഞ് 7ാമത്തെ തവണ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഒരു അപ്സൈഡ് മൂവ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഈ സോണിനെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് റെസ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ, ടൈം ഫ്രെയിം നിങ്ങൾ ഏത് കൈൻഡ് ഓഫ് ട്രേഡർ ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്സിനെ നിങ്ങളൊരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റി വയ്ക്കുക. വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് ഐ എം ഗോയിങ് വിത്ത് HDFC ബാങ്ക്. HDFC ബാങ്കിൽ ഞാനൊരു സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഓൾറെഡി. വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഓൺ ദ ഹയർ ഹൈയിൽ ഒരു സോൺ ക്രിയേറ്റ് ചെയ്തു. ഈ ഹയർ ഹൈ റിജക്റ്റ് ചെയ്യുന്ന സമയത്തെല്ലാം നിങ്ങൾക്കൊരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു ലോവർ ലോ, സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു മാർക്കറ്റ് ക്രിയേഷൻ വരുന്നുണ്ട്, ഇവിടെ നിങ്ങളൊരു ലോവർ സോൺ ക്രിയേറ്റ് ചെയ്തു. ഇതെങ്ങനെയാണ് ലോവർ സോൺ ആവുന്നത്? ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കതൊരു ലോവർ സോൺ എന്ന് പറയാൻ പറ്റുക. പക്ഷേ 2018 ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സോൺ വീണ്ടും മാർക്കറ്റ് വന്ന് 900 rupees ടെസ്റ്റ് ചെയ്യുമ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂ വാട്ട് യു ക്യാൻ ഡു, യു ക്യാൻ ഗോ വിത്ത് എൻ റിസ്ക് റിവാർഡ് സ്ട്രാറ്റജി ഇവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലോങ് എൻട്രി എടുക്കാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ let's say any other indices, I'll go with Dow Jones futures. I'm going with monthly time frame. Monthly time frameൽ Dow Jonesന്റെ ഫ്യൂച്ചേഴ്സ് എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു 3 candle ഫോർമേഷൻ എനിക്ക് മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിൻ്റെ ഹയർ ഹൈ ഞാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ലുക്ക് അറ്റ് ദിസ്, ഈ ഹയർ ഹൈനെ മൾട്ടിപ്പിൾ ടൈംസിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഈ മന്ത്ലി ഞാൻ വീക്ക്ലിയിലേക്ക് മാറ്റുകയാണെങ്കിലോ എനിക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ എൻട്രീസ് കിട്ടിയിട്ടുണ്ട്. ഞാനത് വീക്ക്ലി ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണെങ്കിലോ ലുക്ക് അറ്റ് ദിസ്, വീണ്ടും മൾട്ടിപ്പിൾ ടൈംസ് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഈ വീക്ക്ലി ഡെയിലി മാറ്റിയതിനെ ഞാൻ 4 hours മാറ്റുകയാണെങ്കിലോ എനിക്ക് കുറേ ട്രേഡുകൾ അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ ഒരു സോൺ തന്നെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് യു ക്യാൻ ഗോ വിത്ത് എ ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി. അതൊരു റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഒരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി, പ്ലെയിൻ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് ഒരേ പോയിന്റ് തന്നെ 1467 പോയിന്റ് നിങ്ങൾ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടാർഗറ്റാണ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. വീണ്ടും മാർക്കറ്റ് ആ സോണിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഓർഡർ ആ സോണിൽ തന്നെ പ്ലേസ് ചെയ്തെങ്കിൽ വീണ്ടും നിങ്ങളുടെ ടാർഗറ്റാണ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു സോൺ വീണ്ടും ആ സോണിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റാണ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ്. ബട്ട് ദ ലാസ്റ്റ് ടൈം വീണ്ടും നിങ്ങൾ ഒരു ശ്രമം കൂടി നടത്തിയപ്പോഴോ ഒരു സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ബോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആർ അവൈലബിൾ. സോ ഈ ഒരു ടൈം ഫ്രെയിം നിങ്ങൾ ആർലി ബേസിസിലാണോ മിനിറ്റ് ബേസിസിലാണോ ഈവൻ 1 minute പോലും 1 minute ചാർട്ട്സ് ഓൺ നിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ 1 minute ടൈം ഫ്രെയിമിൽ പോയി നിങ്ങളൊരു ഹയർ ഹൈ മാർക്ക് ചെയ്തു. ലുക്ക് അറ്റ് ദിസ്, എത്ര തവണ മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഒരു റിസ്ക് റിവാർഡ് സ്ട്രാറ്റജി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര തവണ ഈ ഒരു എൻട്രീസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നോക്കിയേ. വീണ്ടും മാർക്കറ്റ് ഓരോ തവണ റീടെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ അവിടെ ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ ചെയ്തിട്ടുള്ളതെങ്കിൽ ആൻഡ് ദിസ് ടാർഗറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ടല്ലേ. ഇതെല്ലാം നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ, അതായത് 23rd February മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള സമയം തൊട്ട് നിങ്ങൾ 3:30 ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 3:30 തൊട്ട് ആ ദിവസം മൊത്തം നിങ്ങൾ ഷോർട്ട് സൈഡിൽ എപ്പോഴൊക്കെ അപ്പ് സൈഡ് മാർക്കറ്റ് വരുമോ അപ്പോഴെല്ലാം നിങ്ങൾ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 minute ടൈം ഫ്രെയിമിൽ പോലും ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ചത്തിൻ്റെ ഫോർമേഷൻസ് ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. FFC ഫോർമേഷൻസ് ഓൺ എ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് ഈ ഒരു FFC ഫോർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് this 3 candle formation, this can be on the upper side, this can be on the lower side,
നിങ്ങൾക്ക് ഈ ഒരു ഫോർമേഷൻ്റെ ഏറ്റവും ലോവസ്റ്റ് ക്യാൻഡിൽ ടു ലോവസ്റ്റ് ക്യാൻഡിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സോൺ അവിടെ ക്രിയേറ്റ് ചെയ്യാം, റൈറ്റ്? അപ്പോൾ ഈ സോൺസ് നിങ്ങളുടെ ചാർട്ടിൽ, നിങ്ങളുടെ ടൈം ഫ്രെയിം, നിങ്ങളൊരു ട്രേഡർ ആയിരിക്കുന്ന സമയത്ത് ആർലി ചാർട്ടിലും ഡെയിലി ചാർട്ടിലും കുറേയധികം സമയത്ത് പ്ലേസ് ചെയ്തുകൊണ്ട് ഒന്ന് ആശ്ചര്യപ്പെട്ട് നോക്കൂ. ഡെയിലി ടൈം ഫ്രെയിമിൽ എത്ര തവണ ഏതൊക്കെ സ്റ്റോക്സ് ഈ ഒരു സോണിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് എത്ര പോയിന്റ്സ് റിട്ടേൺസ് തന്നിട്ടുണ്ടെന്നുള്ളത് സെർച്ച് ചെയ്ത് നിങ്ങളുടെ ചാർട്ടിൽ പാറ്റേൺസ് എടുത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ് ഐ നോ, അതേഴ്സ് നോ യു ആർ ലേണിംഗ് സംതിങ് ന്യൂ. അപ്പോൾ ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ ഒരു സോൺ കൂടെ കാരണമായിക്കോട്ടെ. കാരണം അടുത്ത മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ്റെ അടുത്ത സ്ട്രക്ചർ കൂടിയാണ്. സോ ബിഫോർ ജോയിനിങ് ഇൻ ടു നെക്സ്റ്റ് മോഡ്യൂൾ, മേക്ക് ഷുവർ അറ്റ്ലീസ്റ്റ് ഒരു 30 ചാർട്ടിൻ്റെ എങ്കിലും റിസ്ക് റിവാർഡെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. യു വോണ്ട് ടു ബിക്കം എ ഫിനാൻഷ്യലി ഫ്രീഡം പേഴ്സൺ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രാക്ടീസ് മാൻഡേറ്ററി ആയിട്ട് നിങ്ങളുടെ ചാർട്ടിൽ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക ഗ്രൂപ്പിൽ. അതല്ലാന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കുക ഫോർ യുവർ ലേണിംഗ്. അതിനുവേണ്ടി തന്നെ ഉറപ്പായിട്ട് നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് മോഡ്യൂൾ.